നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 28, 2026 ബുധൻ. അങ്ങനെ ഇന്ന് മുതൽ നമ്മൾ നിഫ്റ്റിയുടെ പുതിയ മന്ത്ലി വീക്ക്ലി കോൺട്രാക്ട്സിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. കൂടാതെ ഇന്ന് ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ നടക്കാനിരിക്കുന്നു. ഇതിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡേറ്റകളുടെ റിലീസുമുണ്ട്. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇന്നലെ പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് 1% നേട്ടത്തോടുകൂടി തന്നെ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 3048.49 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 8999.71 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ ഇന്നലത്തെ പോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് 24,900 എന്ന ലെവൽ ക്രൂഷ്യലായതിനാൽ തന്നെ ഈ ലെവൽ നിഫ്റ്റി ഇന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. ഇനി അതേസമയം നിഫ്റ്റിയിൽ ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 25,500 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുമുണ്ട്. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ 25,500, 24,900 എന്നീ റേഞ്ചുകൾക്കിടയിൽ നിന്നുകൊണ്ടുള്ള ട്രേഡിംഗ് ആയിരിക്കാം ഒരുപക്ഷെ നിഫ്റ്റി കാഴ്ചവെക്കുന്നതും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെ എക്സ്പെർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. L&T, മാരുതി സുസുക്കി ഇന്ത്യ, ഭാരത് ഇലക്ട്രോണിക്സ്, SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ACC, M&M ഫിനാൻഷ്യൽ സർവീസസ് തുടങ്ങി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ Q3 ഏർണിംഗ്സിന്റെ റിലീസുമായി ഇന്ന് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. അവയുടെ വിശദാംശങ്ങളൊക്കെ വിശദമായി തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇന്ന് ഇന്ത്യയിൽ നിന്നും നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി ഡിസംബർ മാസത്തെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെയും മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷന്റെയും ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഡേറ്റയുടെ റിലീസ് ഉണ്ട്. കൂടാതെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ ഉച്ചയ്ക്ക് 12:30 ജർമ്മനിയിൽ നിന്നും ഫെബ്രുവരി മാസത്തെ GfK കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റയുടെ റിലീസ് ഉണ്ട്. നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം രാത്രി 8:15 കാനഡയിൽ നിന്നും ബാങ്ക് ഓഫ് കാനഡയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരാനിരിക്കുന്നു. തുടർന്ന് ബാങ്ക് ഓഫ് കാനഡയുടെ തന്നെ മോണിറ്ററി പോളിസി റിപ്പോർട്ടും റിലീസിനായിട്ട് നിലനിൽക്കുന്നുണ്ട്. നാളത്തെ ഡേറ്റിനാണെങ്കിൽ കൂടിയിട്ടും ഇന്നത്തോടുകൂടി അവസാനിക്കുന്ന ഈ വർഷത്തെ ആദ്യ ഫെഡ് മോണിറ്ററി പോളിസിയുടെ ഔട്ട്കം നാളെ വെളുപ്പിനെ 12:30 US നിന്നും വരാനിരിക്കുന്നു. അതായത് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും തുടർന്ന് ഇന്ത്യൻ സമയം വെളുപ്പിന് 1 മണിയോടുകൂടി ഫെഡ് പ്രസ് കോൺഫറൻസും നടക്കാനിരിക്കുന്നു. അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെ അഭിപ്രായ പ്രകാരം ഫെഡിന്റെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് 3.5%-നും 3.75%-നും ഇടയിലായിട്ട് സ്റ്റഡിയായിട്ട് നിലനിർത്തുമെന്നുള്ള ധാരണകളാണ് പൊതുവെ വെച്ച് പുലർത്തുന്നതും. സാധ്യതകൾ കുറവാണെങ്കിലും ഒരു സർപ്രൈസ് മൂവ് ഫെഡിന്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും US മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിനെയും നാളെ സാരമായ രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഡോക്ടർ റെഡ്ഡീസ് ADRന് 0.5% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഇൻഫോസിസ് ADRന് 1.5% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. വിപ്രോ ADR ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ HDFC ബാങ്ക് ADR 1%-അടുത്തും ICIC ബാങ്ക് ADRന് 2%-അടുത്തും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം ആക്സിസ് ബാങ്ക് ADRന് 6.10% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെയും US മാർക്കറ്റിന് നേട്ടം തുടരുവാനായി. മാത്രമല്ല S&P 500ന് അതിന്റെ നിലവിലെ റെക്കോർഡ് ഹൈയുടെ തൊട്ടടുത്തേക്കായിട്ടും എത്തിച്ചേർന്നു. 1 പോയിന്റ് വ്യത്യാസത്തില് നിലവിലെ റെക്കോർഡ് ഹൈ മറികടക്കുവാനും സാധിച്ചില്ല. എങ്കിലും 0.5%-അടുത്ത് നേട്ടത്തോടുകൂടി 52 വീക്ക് ഹൈയുടെ അടുത്തായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി. നാസ്ഡാക്കിനും 1%-അടുത്ത് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%-ലേറെയും ഫ്രാൻസ് മാർക്കറ്റ് 0.5%-ലേറെയും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 0.25%-ലേറെ നഷ്ടത്തോടു കൂടിയിട്ടും കൊറിയൻ മാർക്കറ്റ് 0.25%-ലേറെ നേട്ടത്തോടു കൂടിയിട്ടുമാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയൊക്കെ വിലയിൽ വീണ്ടും അതിശക്തമായ ഉയർച്ച അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില 67.62 $per ബാരൽ എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില 62.50 $per ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേരുകയുമുണ്ടായി. ഗോൾഡിന്റെ വില ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വീണ്ടും ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 5200 എന്ന ലെവലിന് തൊട്ടടുത്തേക്കുമായിട്ട് എത്തിച്ചേരുകയുമുണ്ടായി. എന്നാൽ അതിനുശേഷം ഇന്ന് രാവിലെ ആയപ്പോൾ $18 അഥവാ 0.25% ഇടിവാണ് നിലവിൽ ഗോൾഡ്
ഗോൾഡിൽ അനുഭവപ്പെടുന്നതും $5162.01 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ആയിരുന്നതിനാൽ തന്നെ ഇന്നുകൊണ്ട് ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ഈ വരുന്ന ആഴ്ചയിലേക്കുള്ള വീക്ക്ലി കോൺട്രാക്ട്സിലേക്ക് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. എങ്കിലും നിഫ്റ്റിയുടെ PCR 0.83 എന്ന നിലയിലും മാക്സ് പെയിൻ 25,200 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. വോൾട്ടാലിറ്റി നിലനിൽക്കുമ്പോഴും ഇന്നലെ കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് പോസിറ്റിവിറ്റിയെ സൂചിപ്പിച്ചുകൊണ്ട് അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. ഇന്നലെ നിഫ്റ്റിക്ക് അതിന്റെ 200-day EMA വീണ്ടും തിരിച്ചുപിടിക്കുവാൻ സാധിച്ചു. എങ്കിലും മറ്റെല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ താഴെയായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരേണ്ടതായിട്ടും വന്നു. ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 10-day EMA 20, 50, 100-day EMAക്ക് താഴെയായിട്ടാണ് നിലകൊള്ളുന്നതും. RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 34.29 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. 25,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയുടേതുപോലെ തന്നെ ഇന്നലെ മന്ത്ലി എക്സ്പയറി ആയിരുന്നു. ഇന്നു മുതൽ പുതിയ മന്ത്ലി കോൺട്രാക്ട്സിലേക്ക് ബാങ്ക് നിഫ്റ്റിയിലും പ്രവേശിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.07 എന്ന നിലയിലും മാക്സ് പെയിൻ 60,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെ ഉണ്ടായ നേട്ടത്തെ തുടർന്ന് പ്രീവിയസ് ഡേയുടെ ഹൈയുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ കൂടിയിട്ടും ലോങ് ബുള്ളിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും കാണുവാനായിട്ടും സാധിക്കുക. ഇന്നലെ അതിശക്തമായ ഇടിവ് മാർക്കറ്റിൽ അനുഭവപ്പെട്ടപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ 100-day EMA ഇൻട്രാഡേ ബേസിസിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും തുടർന്നുണ്ടായ നേട്ടത്തിന്റെ ഫലമായിട്ട് മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-day EMAക്ക് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി കൂടാതെ ഇന്നലെ ഇൻട്രാഡേ ബേസിസിൽ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളും ടെസ്റ്റ് ചെയ്യുകയുണ്ടായി. RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 48.51 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. പുട്ട് സൈഡിലേക്കും 60,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 58,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. മാരിക്കോ പ്രോഫിറ്റിൽ 13.3% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 26.6% വളർച്ച രേഖപ്പെടുത്തി. വോഡഫോൺ ഐഡിയ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 6,609 കോടി രൂപ ലോസിൽ നിന്നും ഇത്തവണ 5,286 കോടി രൂപയായി ലോസ് ചുരുക്കുകയുണ്ടായി. അതേസമയം റവന്യൂവില് 1.85% വളർച്ചയും രേഖപ്പെടുത്തി. വിശാൽ മെഗാമാർട്ട് പ്രോഫിറ്റിൽ 19.1% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 17% വർധനവ് രേഖപ്പെടുത്തി. RPG ലൈഫ് സയൻസ് പ്രോഫിറ്റിൽ 36.6% ഇടിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവില് 4.2% വളർച്ചയും രേഖപ്പെടുത്തി. സൺടെക് റിയാലിറ്റി പ്രോഫിറ്റിൽ 36.9% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 112.7% ഉയർച്ചയും രേഖപ്പെടുത്തി. പിക്കാച്ചി ഫുഡ്സ് ഇന്റർനാഷണൽ പ്രോഫിറ്റിൽ 116.3% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 10.7% വർധനവ് രേഖപ്പെടുത്തി. രാമകൃഷ്ണ ഫോർജിങ്സ് പ്രോഫിറ്റിൽ 35% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 2.3% വർധനവും രേഖപ്പെടുത്തി. ഇൻഫോസിസ് മുൻനിര AI പവർ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമായ കഴ്സറുമായി തന്ത്രപരമായ സഹകരണം കമ്പനി പ്രഖ്യാപിച്ചു. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ജപ്പാനിലെ മിറ്റ്സൂയി OSK ലൈൻസുമായി ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെട്ടുകൊണ്ട് കമ്പനി സാംസങ് ഹെവി ഇൻഡസ്ട്രീസുമായി കപ്പൽ നിർമ്മാണ കരാറുകളിൽ ഏർപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. റെയിൽ വികാസ് നിഗം സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ നിന്നും 242.5 കോടി രൂപയുടെ പുതിയ കരാർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.